കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിലൊക്കെ മത്സരങ്ങൾ നടന്നുകൊണ്ടുണ്ട്. ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം ഉറുദു പദ്യത്തിൽ 1ാം സ്ഥാനം നേടിയ നേഹയാണ് കൂടെ. ഹായ് നേഹ. ഹലോ. 1ാം സ്ഥാനം കിട്ടിയില്ലേ നമ്മുടെ ഉറുദു പദ്യത്തിൽ? എന്തായിരുന്നു ഉറുദു എന്നുള്ളൊരു ഭാഷയോടുള്ള ഒരു താല്പര്യം തോന്നാൻ കാരണം? ഉറുദു എന്നുള്ളൊരു ഭാഷയോട് താല്പര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മാഷിൻ്റെ നിർബന്ധത്തിലാണ് ഞാൻ പദ്യം എന്ന് പറഞ്ഞൊരു ഇതെടുത്തത്. അപ്പോൾ ലളിതഗാനത്തിൽ പോകാൻ ഞാൻ മാഷിൻ്റെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് ഉറുദു എടുത്തത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കിട്ടി. അപ്പോൾ ഈ ഉറുദു പദ്യത്തിനല്ലാതെ മറ്റേതെങ്കിലും ഐറ്റത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ജില്ലയിൽ? അതെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ 5 ഐറ്റത്തിനുണ്ടായിരുന്നു. അതിൽ 4 ഐറ്റത്തിന് ഫസ്റ്റ് കിട്ടി, ഒരു ഐറ്റത്തിന് സെക്കൻഡ് കിട്ടി. അപ്പോൾ ഇന്നിപ്പോൾ ഒരൈറ്റം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? അതെ. ഇനിയും മത്സരങ്ങളുണ്ട് അത്രേ? ഇനിയിപ്പോൾ നാളെയും നാളെയുണ്ട് അല്ലേ? അപ്പോൾ ജില്ലയിലേക്ക് എത്ര ഐറ്റങ്ങൾ വന്നിട്ടുണ്ട്? ജില്ലയിലേക്ക് 4 ഐറ്റം വന്നിട്ടുണ്ട്. 3 വ്യക്തിഗതം. അതെ അതെ അല്ലേ? അപ്പോൾ ഏതാ ഗ്രൂപ്പ് ഐറ്റം? ഏതാ? ദേശഭക്തിയാണ്. മറ്റ് വ്യക്തിഗത ഐറ്റങ്ങൾ ഗസല്, ഉറുദു ഗസല്, അതുപോലെ ശാസ്ത്രീയ സംഗീതം. ഈ ഉറുദുവിന്റെ എല്ലാ ഐറ്റത്തിനോടും ഒരു പ്രത്യേക കമ്പം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ പേഴ്സണലി ഇല്ല താല്പര്യം അല്ലാതെ സാറിനോടുള്ള ഒരു ഇതിലാണല്ലോ ഈ ഉറുദുവിലേക്ക് വരുന്നത്. ഈ മലയാളം പദ്യം അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മലയാളം പദ്യം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അതെന്ത് പറ്റി? അതിനോടൊരു താല്പര്യം തോന്നാൻ പറയുമ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉറുദു പദ്യത്തിന്റെ എന്താണ് ഇതിന്റെ തീം? എന്താ തീം എന്ന് വെച്ചാൽ അച്ഛനെ കുറിച്ചാണ്. ബാപ്പ് എന്നാണ് കവിതയുടെ പേര്. അപ്പൊ ആരെഴുതിയതാ? എങ്ങനെ ഇത് കളക്ട് ചെയ്ത്? മുഹത്തറം സെയ്ദിനോ ചറസ എന്ന് പറയുന്നൊരു എഴുത്തുകാരിയുടെ കവിതയാണ്. അപ്പോൾ മാഷ് തന്നെ അയച്ചൊന്ന് പഠിച്ച് മാഷൊന്ന് വന്ന് പഠിപ്പിച്ച്. അപ്പൊ ട്യൂണൊക്കെ ചെയ്തത് എങ്ങനെയാണ് ട്യൂൺ ചെയ്തതെന്നറിയില്ല. മാഷ് പഠിച്ചു. സാർ സാറ് കോഴിക്കോടുള്ള സാറാണ്. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് സെറ്റ് ചെയ്തതാണോ അതോ ഇതിനായിട്ട് സെറ്റ് ചെയ്തതല്ലേ? അപ്പൊ മറ്റു ഐറ്റങ്ങളൊക്കെ ആരാ പഠിപ്പിക്കുന്നതൊക്കെ? ഗസലും സാർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ നൗഷാദ് സാർ എന്ന് പറഞ്ഞിട്ടുള്ള സാറും കൂടി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്നത് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ സാറിന്റെ ചേട്ടൻ, അതായത് വേണു മാഷ് എന്ന് പറയുന്നത്. അപ്പൊ ശാസ്ത്രീയ സംഗീതം എത്ര വർഷക്കാലമായി പഠിക്കുന്നുണ്ട്? ഞാനിപ്പോൾ 11ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെറുപ്പത്തിലേ ഉണ്ടല്ലേ ആ ശാസ്ത്രീയ ടച്ച് ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് മോള്? ഞാനിപ്പോൾ കണ്ടങ്ങാളി സ്കൂൾ ഷാനായി സ്മാരക കണ്ടങ്ങാളിയിൽ നിന്നല്ലേ? അപ്പോൾ കണ്ടങ്ങാളി എന്ന് പറയുമ്പോൾ നമ്മുടെ പയ്യന്നൂരിന്റെ തൊട്ട് അയൽവക്കത്ത് ആയല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ പയ്യന്നൂര് ഇങ്ങനൊരു മത്സരം നടക്കുമ്പോൾ, വലിയൊരു കലാമാമാങ്കം നടക്കുമ്പോൾ അതിൽ നമ്മുടെ സ്കൂളിന് വേണ്ടി ജില്ലയിൽ 1ാം സ്ഥാനം നേടിക്കൊണ്ട് സ്റ്റേറ്റിലേക്ക് പോകാൻ റെഡി ആയി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഉറുദു ഇപ്പം നമുക്ക് 1ാം സ്ഥാനം കിട്ടിയത് ഉറുദു പദ്യത്തിനാണല്ലോ. ഇനി മറ്റു മത്സരങ്ങൾ നടക്കാനുണ്ട് അത്രേ. അപ്പോൾ ഏതാണ് താല്പര്യം? ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് വേണ്ടി അവതരിപ്പിക്കാൻ? ഏത് ഐറ്റം ആയാലും കുഴപ്പമില്ല, കുറച്ചൊരു ഭാഗം. ശരി, ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു ഭാഗം. करके मजदूरी रजा आता है बाप, दिन ढले जब करके मजदूरी रजा आता है बाप, देख कर हंसते हुए बच्चों को सुख पाता है बाप. ഈ ഉറുദു എന്നൊരു ഭാഷയെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റാത്ത കാണികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രേക്ഷകരാണെങ്കിൽ പോലും ഈ ഒരു ഇത് കേൾക്കുമ്പോൾ ആ ഒരു ഫീലിങ്സ് ആ ട്യൂണിലും ഒക്കെ തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ബാപ്പ് എന്നുള്ള ഒരു തീമിന്റെ എന്താണ് അതിന്റെ ആശയം വരുന്നത്? ആശയം വരുന്നത് പറഞ്ഞാൽ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ, അച്ഛൻ മക്കളെ നോക്കാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും, അച്ഛൻ എത്രമാത്രം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതും ഒക്കെ കൂടി, ആ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും അതുപോലെ വീട്ടിലേക്ക് കൂട്ടാൻ വരുന്നതും ഒക്കെ. നമ്മുടെ ഈ കുടുംബത്തിൽ അമ്മ എത്രത്തോളം പ്രാധാന്യമുണ്ട്, നമ്മൾ പറയുന്ന നൊന്ത് പ്രസവിച്ചു എന്ന് പറയുന്നത് പോലെ അച്ഛൻ എത്രത്തോളം ഒരു കുടുംബത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് നോക്കുന്നത് ഉള്ളതിൻ്റെ ഒരു ചുരുക്കം പദ്യത്തിലൂടെ നമ്മുടെ ഓഡിയൻസിന് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. ജഡ്ജസ് അതിൻ്റെ മാർക്ക് 2 ജില്ലയിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റേറ്റ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ തീം മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, തീം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു തീമാണ്. അപ്പോൾ ജഡ്ജസിന്റെ അഭിപ്രായം ഉണ്ട്, മാറ്റുന്നില്ല. പേഴ്സണലി ഇപ്പോൾ ജഡ്ജസിനോട് ചോദിച്ചോ എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടോ? ഇല്ല, കറക്ഷൻസ് ഒന്നും ചോദിച്ചില്ല. ഞാൻ കോമൺലി സബ് ജില്ലയിൽ ഉണ്ടാകുന്ന സമയത്ത് അവർ കുറച്ച് കറക്ഷൻസ് പറഞ്ഞത് ശരിയാക്കിയിട്ടാണ് ഇവിടെ വന്നത്.
അപ്പോൾ ഇവർ ഇപ്പം കോമൺലി പറഞ്ഞ കറക്ഷൻസ് അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 1ാം സ്ഥാനം കിട്ടിയപ്പോൾ എന്ത് പറയുന്നു ടീച്ചേഴ്സും വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ എന്ത് പറയും? ഒരുപാട് സമാധാനം, ഒരുപാട് സന്തോഷം. അവർ പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു 1ാം സ്ഥാനം കിട്ടുമെന്ന്? അച്ഛനും അമ്മയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? എങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു? നല്ല ആൾക്കാരുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ പദ്യത്തിനൊക്കെ തന്നെ ആണെങ്കിലും നല്ല രീതിയിൽ ഇപ്പൊ കുട്ടികളൊക്കെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പൊ എല്ലാവരും മുന്നിട്ടിറങ്ങുന്നുണ്ട് എല്ലാ ഐറ്റത്തിലേക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്റ്റേറ്റിലേക്കാണെങ്കിൽ ഒന്നുകൂടെ ഇമ്പ്രൂവ് ആയിക്കൊണ്ട് കറക്ഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. അതുപോലെ തന്നെ എ ഗ്രേഡോടെ നല്ല മാർക്കോടെ തിരിച്ചു വരാൻ വേണ്ടി പറ്റട്ടെ. ജീവിതത്തിന് നല്ലവിധ വിജയങ്ങൾ ലഭിക്കട്ടെ. എല്ലാവിധ ആശംസകളും.